ആദ്യ സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് രാത്രി ഒരു പെൺകുട്ടി ആരെ പേടിച്ച് വളരെ വേഗത്തിൽ ഓടുന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ പതിയെ അവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ പെൺകുട്ടി ഒരു കെണിയിലേക്കാണ് വീണതെന്ന്. അപ്പോഴതാ ഈ പെൺകുട്ടി ആരെയാണോ പേടിച്ചോടിയത് അയാൾ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് കുഴിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിലായി ഒരു ചെയിൻ ഉള്ളത്. നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഒരു റിപ്പോർട്ടർ ട്രെയിൻ ക്രാഷിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളെ കുറിച്ച് കുറച്ച് പേരോട് തിരക്കുന്നതാണ്. ആ ദുരന്തത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു, കാരണം അവർ ചാമ്പ്യൻസ് ആയിരുന്നു. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ 1996 ഗേൾസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കാണിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ ഈ സീരീസിലെ പ്രധാന കഥാപാത്രങ്ങൾ അറിഞ്ഞിരിക്കണം. ടേസ, ജാക്കി, വാൻ, ഷോണ, നതാലി, ലോട്ടി. അങ്ങനെ അവസാനം ഇവരുടെ ടീം നാഷണൽ ലെവലിലേക്ക് സെലക്ട് ആകുന്നു. ഇപ്പോഴാണ് നമ്മുടെ സീരീസിന്റെ നെയിം ഇത് കാണിക്കുന്നത്, യെല്ലോ ജാക്കറ്റ്സ്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ന്യൂജേഴ്സിയിലെ രാവിലത്തെ കാഴ്ചകളാണ്. ഈ സമയം ജാക്കിയുടെ വീടാണ് കാണിക്കുന്നത്. റൂമിൽ ജാക്കിയും അവളുടെ ബോയ് ഫ്രണ്ട് ജെഫും ടൈം സ്പെൻഡ് ചെയ്യുമായിരിക്കും. സമയം വൈകിയത് കൊണ്ട് തന്നെ ജാക്കി റെഡിയാവാനുള്ള തിരക്കിലായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ജാക്കിയുടെ കഴുത്തിലുള്ള ചെയിനും മരിച്ച പെൺകുട്ടിയുടെ ചെയിനും ഒന്ന് തന്നെയാണെന്ന്. ഇനി ഒരു പക്ഷേ അത് ജാക്കി തന്നെയാകുമോ? ഈ സമയം തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഷോണ നോക്കുമ്പോൾ അതാ ജെഫ് വിൻഡോ വഴി ഇറങ്ങി ഓടുന്നു. ആ സമയത്ത് തന്നെ ജാക്കി വരികയും അവർ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമ്മളെ കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. 25 വർഷങ്ങൾക്കപ്പുറം പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ട ഷോണയാണിത്. ഷോണ അവളുടെ ഗാർഡനിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സീരീസിന് മുന്നേ കണ്ട റിപ്പോർട്ടർ അവിടേക്ക് വരുന്നത്. വിമാനം ഏതൊരു കാട്ടിൽ ഇടിച്ചിറങ്ങി, ആ ആക്സിഡന്റ് പെട്ട് കുറച്ച് പേര് മരിച്ചു. 19 മാസത്തിന് ശേഷം ഞങ്ങളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തു, അത്ര തന്നെ. ഇത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇനി നീ എപ്പോഴാണ് നിന്റെ മനസ്സ് മാറ്റുന്നത് അപ്പോൾ എന്നെ അറിയിക്കണം. ഇത് നമ്മളെ കാണിക്കുന്നത് പാസ്റ്റിൽ ഒരു പെൺകുട്ടിയെ കെട്ടിത്തൂക്കി കഴുത്ത് കട്ട് ചെയ്യുന്നതാണ്. ഇനി മുതൽ ഞാൻ പാസ്റ്റും പ്രസന്റും കാണിച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പാസ്റ്റിൽ നമ്മളെ കാണിക്കുന്നത് ജാക്കി ലീഡറായിട്ടുള്ള യെല്ലോ ജാക്കറ്റ്സ് ടീം നാഷണൽ ലെവലിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ട്രെയിനിങ് ടൈമിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബെൻ പുതിയ ജേവിയായിട്ടുള്ള മിസ്റ്റിനെ പരിചയപ്പെടുത്തുന്നു. ഇതിനിടയ്ക്ക് ആലി എന്നൊരു പ്ലെയറിന് സാരമായി പരിക്കേൽക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഈ പ്ലെയറിന് നാളെ നടക്കേണ്ടിയിരുന്ന മാച്ചിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അടുത്ത സീനിൽ അന്നേ ദിവസം തന്നെ നടക്കുന്ന ഒരു നൈറ്റ് പാർട്ടി കാണിക്കുന്നു. അതിനിടയിൽ ജാക്കിനെയും ജെഫിനെയും കണ്ട് അസൂയ തോന്നി ഷോണ ആലിയുടെ പ്രശ്നമിട്ട് ടൈസിയായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന ജാക്കി ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തത്തിൽ വളരെ രസകരമായി ഈ വഴക്ക് പരിഹരിക്കുന്നതായും കാണാം. പാർട്ടിക്ക് ശേഷം ജാക്കിനെയും ഷോണിനെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ജെഫാണ്. ജാക്കിയെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഷോണയും ജെഫും തമ്മിൽ ക്ലോസ് ആവുന്നതായും കാണുന്നു. പ്രസന്റ് സീനിൽ ഷോണയുടെ ഹസ്ബൻഡാണ് ജെഫ്. അതുപോലെ തന്നെ അവർക്കൊരു മകളും ഉള്ളതായും കാണാം. രണ്ടാമത് സർവൈവൽ ചെയ്തിട്ടുള്ള ടൈസ ഒരു പൊളിറ്റീഷ്യനായി പ്രസന്റിൽ വർക്ക് ചെയ്യുകയും ഒരു ഭാര്യയും മകനും ഉള്ളതായും കാണിക്കുന്നു. മൂന്നാമത് സർവൈവൽ ചെയ്തിട്ടുള്ള നതാലി ഒരു ചെറിയ ഡ്രഗ് അഡിക്റ്റും അതുപോലെ തന്നെ സിംഗിൾ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായും കാണാം. നാലാമത് സർവൈവൽ ചെയ്തിട്ടുള്ള മിസ്റ്റി ഒരു ഓൾഡ് ഏജ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നതായും കാണാം. ഇനി പാസ്റ്റിൽ ബിസിനസ്മാൻ ആയിട്ടുള്ള ലോട്ടിയുടെ അച്ഛൻ്റെ പ്രൈവറ്റ് പ്ലെയിനിലാണ് ഇവരുടെ യാത്ര. യെല്ലോ ജാക്കറ്റ്സിനെ കൂടാതെ അവരുടെ മെയിൻ കോച്ചും അവരുടെ 2 ആൺമക്കളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോച്ചും ഒക്കെ ഈ പ്ലെയിനിലുണ്ട്. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഷോണയ്ക്ക് പേടിയാവുകയും അത് കണ്ട് ജാക്കി അവരുടെ ലക്കി ചെയിൻ ഷോണയ്ക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ആ കെട്ടിത്തൂക്കിയ പെണ്ണിനെ വെട്ടി കഷ്ണങ്ങളാക്കി വേവിച്ച് മുഖംമൂടി അണിഞ്ഞ ഒരു സംഘം ട്രൈബ് തിന്നുന്നത് കാണാം. അവരിൽ ഒരാൾ മുഖംമൂടി മാറ്റുമ്പോൾ നമ്മൾ കാണുന്നത് മിസ്റ്റിയെയാണ്. ഇതിനിടയ്ക്ക് മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ഷോണ കാണുന്നത് പ്ലെയിൻ ക്രാഷ് ലാൻഡ് ആവുന്നതിനായി ഒരു കാട്ടിലേക്ക് ഇടിച്ചിറങ്ങുന്നതാണ്.